മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ അവരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വന്നിരുന്നു. ഈ ഗൂഢാലോചനയാണ് നടന്നത്, പീഡന പരാതി ആസൂത്രിതമാണ്. ഇതിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണല്ലോ. ഇവർ ആരോപണം ഉന്നയിക്കുന്നവരെ പോലീസ് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ കുടുംബത്തിന്റെ ആരോപണത്തിന്മേൽ ഇനി എന്ത് നടപടിയാണ് ഉണ്ടാവാൻ പോകുന്നത്? ഉണ്ണി ദാമോദരന്റെ മകൾ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തന്റെ സഹോദരിയുടെ ഭർത്താവ് അരുണിനെയും തന്റെ പിതാവായിട്ടുള്ള ഉണ്ണി ദാമോദരനെയും ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ആളുകളുടെ പ്രവൃത്തിയാണ് ഇതെന്നാണ്. അതിൽ പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് ഉണ്ണി ദാമോദരന്റെ തന്നെ സഹോദരന്റെ മക്കൾ 3 പേരുമാണ് ഇതിൽ പ്രധാനമായും ഇവർക്കെതിരെ കേസുമായി നിൽക്കുന്നത്. അതിൽ ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പെൺ സുഹൃത്താണ് ഈ പരാതിക്കാരി. അതായത് പീഡന കേസിലെ പരാതി നൽകിയ പരാതിക്കാരി ഇവരുടെ സുഹൃത്താണ്. ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും തൻ്റെ അച്ഛനെയും കുടുക്കാൻ ശ്രമിക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതിൻ്റെ തക്കതായിട്ടുള്ള തെളിവുകളും തൻ്റെ കയ്യിലുണ്ടെന്ന് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉണ്ണി ദാമോദരൻ്റെ മകൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഉണ്ണി ദാമോദരൻ ഒരു ഡയാലിസിസ് ഒരു സെൻറ്റർ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സ്വത്തുക്കൾ പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇവർക്ക് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇവർ മുൻപ് ഇപ്പോൾ ഈ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾക്കെതിരെ നേരത്തെയും തൃശ്ശൂരിൽ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങളെയും തങ്ങളെ കുടുംബത്തെയും മർദ്ദിച്ചതിൻ്റെ പേരിലും ഈ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്നതിൻ്റെ പേരിലൊക്കെ കേസുണ്ട്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവരാണ് ഇപ്പോൾ ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇവരെ കുടുക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഉണ്ണി ദാമോദരനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ഈ കർണാടക പോലീസ് ഇവരെ ഈ പറയുന്ന പിടിയിലായിട്ടുള്ള വ്യക്തിയെ അരുണിനെ വിട്ടു നൽകണമെങ്കിൽ 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി മകൾ ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളും CCTV ദൃശ്യങ്ങളും ഹാജരാക്കുമെന്നാണ് മകൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇനി എന്ത് നടപടിയായിരിക്കും ഇതിൽ സ്വീകരിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഉണ്ണി ദാമോദരൻ ഇപ്പോഴും ഒളിവിലാണ്. അരുൺ കർണാടക പോലീസിന്റെ പിടിയിലുമാണ്. ഇതൊരു വ്യാജ പരാതിയാണെങ്കിൽ അത് കൃത്യമായി തന്നെ അന്വേഷിക്കണം എന്നുകൂടിയാണ് പറയുന്നത്. പക്ഷേ ഈ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുവാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ അവരുടെയൊക്കെ പ്രതികരണം തേടേണ്ടിയിരിക്കുന്നു. പോലീസ് എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. കർണാടക പോലീസാണ് ഈ കേസ് പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും തുടർ നടപടികളുമൊക്കെ ഉണ്ടാകുകയുള്ളൂ. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.